കാസർഗോഡ് ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഒളിവിൽ പോയ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ 5 സർക്കിൾ ഇൻസ്പെക്ടർമാരാണ് കേസ് അന്വേഷിക്കുന്നത്. അരുൺ പാറക്കൽ ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. അരുൺ, ഇതിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന് ഇന്നലെ തന്നെ കണ്ടെത്തിയിരുന്നു. അതിലിപ്പോൾ ഒളിവിൽ പോയ പ്രതികൾക്കായുള്ള അന്വേഷണം അത് ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? സ്മിത, ഇപ്പോൾ 9 പ്രതികളാണ്, 9ഓളം പ്രതികളാണ് പിടികൂടാനുള്ളത്. 9 പേരെ ഇന്നലെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിൽ AO ഉൾപ്പെടെയുള്ള പ്രതികളുണ്ടായിരുന്നു. എന്തായാലും ശക്തമായ രീതിയിലേക്കാണ് അന്വേഷണം പോകുന്നത്. അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ 5 സർക്കിൾ ഇൻസ്പെക്ടർമാരാണ് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഒളിവിൽ പോയ യൂത്ത് ലീഗ് നേതാവ് സിറാജുദ്ദീൻ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചിട്ടുണ്ട്. മറ്റുള്ള ആളുകൾ, അതായത് മറ്റുള്ള പ്രതികളുണ്ട്, അത് 7ഓളം പ്രതികളുണ്ട്. അവർ പയ്യന്നൂർ, കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷൻ, കൊച്ചി എളമക്കര പോലീസ് സ്റ്റേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് അവരുടെ കേസുകളൊക്കെ തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോഴിക്കോട്, എറണാകുളം ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പ്രതികൾ ആ ഭാഗത്തുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. പണം നൽകിയാണ് പ്രതികൾ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നതെന്നും പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഈ അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രതികൾ അരുൺ പാറക്കലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.